രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഹനുമാൻ ചാലിസ അവസാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ളത് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം കൃഷ്ണൻ്റെ കാമുകിയും അതേപോലെ തന്നെ ഹ്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് കേൾക്കുക. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്സാണ്. അഷ്ടപതിയുടെ ക്ലാസ്സും രാധയുടെ പ്രണയവും കൃത്യമായി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രാധാകൃഷ്ണന്മാരിൽ അമിതമായ ഭക്തി ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് മോക്ഷത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണുക. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് നേരിട്ട് വരാം. പിന്നെ ദൂരെയുള്ളവർക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും താമസിക്കുന്നതിന് പ്രത്യേക ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റെ ഒരു രീതി. അതുകൂടാതെ പ്ലേലിസ്റ്റിനകത്ത് അതുകൂടാതെ നമുക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. 9645333999 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പിന്നെ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട്, ഭക്തമീരയുടേതുണ്ട്, പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ടെന്ന് നിങ്ങൾ കാണുക. പിന്നെ രാധികാ കവചം 2 ഉണ്ട്. ഇത് രണ്ടും നമ്മൾ പാടിയിട്ടിട്ടുണ്ട്, അപ്പം നിങ്ങളത് കേൾക്കുക. പിന്നെ അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമമുണ്ട്, അത് നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്, വരികൾ ഉൾപ്പെടെ, വരികളില്ലാതെ. രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇന്നലെ കുണ്ഡലിനി ശക്തി ഇന്ന് തന്നെ ഉണർത്താമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ നിശ്ചയമായിട്ടും അത് കാണുക. നിങ്ങൾക്ക് നിമിഷം കൊണ്ട് കുണ്ഡലിനി ശക്തി ഉണർത്താൻ പറ്റും, മെഡിറ്റേഷൻ കൂടാതെ. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണിക്ക് ജയ്.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഹനുമാൻ ചാലിസ ഇത് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ ലണ്ടനിൽ താമസമാക്കുന്ന ആശയാണ്. ആശ രാധേ രാധേ ചാനലിന് വളരെ പ്രിയപ്പെട്ടതാണ്. രാധേ രാധേ ചാനലിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നിർവഹിക്കുന്നത് ആശയാണ്. ഗോലോക ആശ അതാണോ അതോ ആശാസ് ഗോലോകമാണോ? ആശാസ് ഗോലോകമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ചാനൽ തന്നെ നമ്മുടെ ആശയ്ക്കുണ്ട്. അത് നിങ്ങൾ കാണുക. വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആശ അതിമനോഹരമായിട്ട് ഹനുമാൻ ചാലിസ പാടുകയാണ്. കേട്ടുകൊള്ളൂ. चारो युग परताप तुम्हारा है प्रसिद्ध जगत उजियारा. നമ്മുടെ ആശ അത് പാടിത്തന്നത് കേട്ടല്ലോ. ഇനി കേട്ടെ. ചാരോം ജുഗ പർതാപ തുംഹാര ഹൈ പ്രസിദ്ധ ജഗത് ഉജിയാര. അപ്പോൾ ഇവിടെ അർത്ഥം എഴുതിക്കൊണ്ടേ. ചാരോം ജുഗ് അർത്ഥം ചതുർയുഗങ്ങൾ. ചതുർയുഗങ്ങൾ 4 യുഗങ്ങൾ ഏതൊക്കെയാ? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതിൻ്റെ നാരായണീയ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ പർതാപ, പർതാപ പ്രതാപം, പർതാപ പ്രതാപം. പ്രസിദ്ധ പ്രസിദ്ധ പ്രസിദ്ധി പ്രസിദ്ധി. ജഗത് ഉജിയാര അർത്ഥം വെളിച്ചം നൽകുന്ന തേജോരൂപം, വെളിച്ചം നൽകുന്ന തേജോരൂപം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങയുടെ പ്രതാപം 4 യുഗങ്ങളിലും പ്രസിദ്ധമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു യുഗത്തിലല്ല. അങ്ങയുടേത് അങ്ങ് ജീവിച്ചിരുന്ന യുഗത്തിൽ മാത്രമല്ല പ്രസിദ്ധമായിട്ടുള്ളത്, അങ്ങ് ജീവിച്ചിരിക്കാത്ത യുഗങ്ങളിലും പ്രസിദ്ധമാണ്. അപ്പം അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പ്രതാപം, ഹനുമാൻ സ്വാമിയുടെ മഹിമകൾ പാടി പുകഴ്ത്തുന്നത് കൃതയുഗത്തിലുള്ളവരും ത്രേതായുഗത്തിലുള്ളവരും ദ്വാപരയുഗത്തിലുള്ളവരും കലിയുഗത്തിലുള്ളവരും സകലരും ഹനുമാൻ സ്വാമിയുടെ മഹത്വം പാടി പുകഴ്ത്തുന്നു. അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന തേജോരൂപമാണ്. ഈ ലോകം മുഴുവൻ അങ്ങ് പ്രകാശമയമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, അങ്ങ് 4 കാലങ്ങളെയും അതിജീവിച്ച ചിരഞ്ജീവിയാണ്. അങ്ങനെ 4 യുഗങ്ങൾ, കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ആരുടെ പ്രതാപമാണോ പ്രസിദ്ധി നേടിയിരിക്കുന്നത്, ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശമയമാക്കുന്ന തേജോരൂപം ആരുടേതാണോ ആ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരും വണങ്ങുന്നു. साधु संत के तुम रखवारे असुर निकंदन राम दुलारे. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. നോക്കെ. സാധു സന്ത് കെ തുമ രഖവാരേ അസുര നികന്ദന രാമ ദുലാരേ. സാധു സന്ത് അർത്ഥം ഋഷിമാര് മുനിമാര്, ഋഷിമാരും മുനിമാരും. രഖവാരേ, രഖവാരേ സംരക്ഷകർ, രഖവാരേ സംരക്ഷകർ. അസുര നിഗന്ധൻ അർത്ഥം അസുരന്മാരെ നശിപ്പിക്കുന്നവൻ. രാമദുലാരേ രാമന് പ്രിയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. രാമന് പ്രിയപ്പെട്ടവൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അല്ലയോ ശ്രീരാമപ്രഭുവിൻ്റെ പ്രിയപ്പെട്ട ദാസനായ ആ ഹനുമാൻ സ്വാമി, അങ്ങ് ഈ പ്രപഞ്ചത്തിലെ ഋഷിമാരെയും മുനിമാരെയും അങ്ങനെ സജ്ജനങ്ങളെ മുഴുവനും
ദുഷ്ടന്മാരുടെ ആക്രമണത്തിൽ നിന്ന് എപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങാണ് ദുഷ്ടന്മാരായ അസുരന്മാരെ നശിപ്പിക്കുന്നത്. അങ്ങനെ അസുരന്മാരുടെ ശല്യത്തിൽ നിന്നും ഭക്തന്മാരെ സംരക്ഷിക്കുന്നത് സാക്ഷാൽ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയുടെ ഏതു ഭക്തനെയാണോ അസുരന്മാര് നശിപ്പിക്കാൻ വരുന്നത്, ശല്യപ്പെടുത്താൻ വരുന്നത്, ആ സമയത്ത് അവരെ ഹനുമാൻ സ്വാമി നേരിട്ട് വന്ന് നിഗ്രഹിച്ച് തൻ്റെ ഭക്തന്മാരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. അങ്ങനെ ആരാണോ ഹനുമാൻ സ്വാമിയുടെ ദാസനായിട്ടുള്ളത്, ആരാണോ ദുഷ്ടന്മാരായ അസുരന്മാരിൽ നിന്നും ഋഷിമാരെയും മുനിമാരെയും സജ്ജനങ്ങളെയും സംരക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. രാധേ രാധേ ചാനൽ കാണുന്നവരും വണങ്ങുന്നു. അഷ്ടസിദ്ധി നവനിധി കേ ദാത അസവരദീന ജാനകി മാതാ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അഷ്ടസിദ്ധി നവനിധി കേ ദാത അസബരദീൻഹ ജാനകി മാത. അഷ്ടസിദ്ധി അർത്ഥം 8 സിദ്ധികള്, നവനിധി അർത്ഥം 9 നിധികള്, ദാത നൽകുന്നവൻ, അസ ഇങ്ങനെയുള്ള, ബര അർത്ഥം വരം, ദീൻഹ തന്നത്, ജാനകി മാത അർത്ഥം സീതാദേവി. അതായത് അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് അഷ്ടസിദ്ധി ഉള്ളവനാണ്, നവനിധികളും ഉള്ളവനാണ്. തൻ്റെ ഭക്തരെ അഷ്ടസിദ്ധികളും നവനിധികളും നൽകി അനുഗ്രഹിക്കാൻ അങ്ങേക്ക് കഴിയും. ഹനുമാൻ സ്വാമിക്ക് ഈ കഴിവ് കൊടുത്തത് സാക്ഷാൽ സീതാദേവി തന്നെയാണ്. അപ്പം അഷ്ടസിദ്ധി എന്ന് പറഞ്ഞാൽ 8 എണ്ണമാണ്. അപ്പോൾ ഒന്നാമത്തത് അണിമസിദ്ധി. അണിമസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ അത്രയും ചെറിയ വലിപ്പത്തിലേക്ക് നമ്മുടെ ശരീരത്തെ ചുരുക്കാൻ പറ്റും. അപ്പോൾ എതിലൂടെ വേണമെങ്കിലും കയറി പോകാൻ പറ്റും. നമുക്ക് എത്ര ചെറിയ സ്ഥലത്തൂടെ വേണമെങ്കിലും കയറി പോകാം, നമ്മുടെ ശരീരം ചുരുക്കാൻ പറ്റും. രണ്ടാമത്തത് മഹിമസിദ്ധിയാണ്. മഹിമസിദ്ധി ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് ഗരിമസിദ്ധിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം നമുക്ക് എത്ര വേണമെങ്കിലും വർദ്ധിപ്പിക്കാൻ പറ്റും. ആ ഭാരം ഉപയോഗിച്ച് വേറൊരുത്തനെ പിടിച്ചു നിൽക്കുന്നിടത്തുനിന്ന് അനക്കാൻ പറ്റാത്ത നിലയിലാക്കാൻ പറ്റും. പിന്നെ ലഘിമസിദ്ധിയാണ്. നമ്മുടെ ശരീരം എത്ര കണ്ട് പ്രകാശമയമാക്കാം, എത്ര കണ്ട് സുന്ദരമാക്കാം, അതിമനോഹരമാക്കാൻ ഏതിന് സാധിക്കും? ലഘിമസിദ്ധിക്ക് ലഘിമസിദ്ധിക്ക് സാധിക്കും. എന്ന് മാത്രവുമല്ല, ലഘിമസിദ്ധി ഉള്ളവന് ഈ വായുവിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കാം, വായുവിലൂടെ സഞ്ചരിക്കാം, താഴോട്ട് വീഴത്തില്ല, ഗുരുത്വാകർഷണ ബലം അവനെ ബാധിക്കുന്നില്ല, അന്തരീക്ഷത്തിലൂടെ നടക്കാം. കണ്ടിട്ടില്ലേ ഹനുമാൻ സ്വാമി ഇങ്ങനെ വായുവിലൂടെ നീന്തി പോകുന്നത് കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മൾ തെങ്ങി കയറിയിട്ട് കൈവിട്ട് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ തെങ്ങി കയറി തെങ്ങിൻ്റെ ഏറ്റവും മണ്ടയിൽ ചെന്നിട്ട് അവിടെ നിന്ന് എടുത്ത് ചാടി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നോക്കിയാൽ മതി, 2 കാലും മേടി കെട്ടിയിട്ട് പ്ലാസ്റ്ററുമായിട്ട്. പക്ഷേ ഈ ലഘിമസിദ്ധി ഉള്ളവൻ അങ്ങനല്ല, അവൻ അവിടെ തന്നെ കിടക്കും, അവൻ വിചാരിച്ചാലേ താഴോട്ട് വരികയുള്ളൂ. അഞ്ചാമത്തത് പ്രാപ്തിസിദ്ധിയാണ്. അതായത് ഏതൊരു വസ്തു നമുക്ക് ആവശ്യമുണ്ടെങ്കിലും അത് എത്ര ദൂരത്തിരുന്നാലും അത് എത്ര സുരക്ഷിതമായി വെച്ചാലും സെക്കൻഡുകൾ കൊണ്ട് നമുക്കത് സ്വന്തമാക്കാൻ പറ്റും. ഇപ്പം എനിക്ക് പ്രാപ്തിസിദ്ധി ഉണ്ടെങ്കിൽ അങ്ങ് അമേരിക്കയിൽ അതീവ രഹസ്യമായി അമേരിക്കൻ പട്ടാളക്കാർ അവരുടെ എല്ലാം കാവലോടെ വെച്ചിരിക്കുന്ന ഒരു വജ്ര കല്ലുണ്ടെങ്കിൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ എനിക്ക് അടിച്ചുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ ഇതുള്ളവരത് ചെയ്യത്തില്ല. 6 പ്രാഗാമ്യ സിദ്ധിയാണ്. നമ്മുടെ ഏതാഗ്രഹവും നമുക്ക് നിഷ്പ്രയാസം സാധിക്കാൻ പറ്റും. നമുക്ക് എന്താഗ്രഹമുണ്ട്, ഗായകനാകണോ ഗായകനാകും, പ്രധാനമന്ത്രിയാകണോ പ്രധാനമന്ത്രിയാകും, ഏതാഗ്രഹവും നമുക്ക് സാധിക്കാൻ പറ്റും ഈ സിദ്ധിയുള്ളവന്. പിന്നെ ഈശിത്വ സിദ്ധി,
അതായത് നമ്മളെ ചുറ്റുമുള്ളവരെ നമുക്ക് അടക്കി ഭരിക്കാൻ കഴിയും. നമ്മുടെ മുന്നിൽ അവരൊന്നുമല്ല, നമ്മൾ എന്തു പറഞ്ഞാലും അവര് അനുസരിക്കും. എട്ടാമത്തത് വശുദ്ധ സിദ്ധി. പ്രപഞ്ചത്തിലെ എന്തിനേയും, അത് വ്യക്തികളാകട്ടെ, ജീവനുള്ളവയാകട്ടെ, ജീവൻ ഇല്ലാത്തവയാകട്ടെ, നമ്മുടെ വിരൽത്തുമ്പി നിൽക്കും. നാടൻ ഭാഷയെ പറഞ്ഞാൽ നമ്മൾ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ സിറ്റ് ഡൗൺ, നമ്മൾ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ്. ഇതാണ് അഷ്ടസിദ്ധി. ഈ അഷ്ടസിദ്ധി ഹനുമാൻ ഭഗവാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭക്തർക്ക് ഇത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇത് അദ്ദേഹത്തിന് നൽകിയത് ആരാണ്? സീതാദേവിയാണ്. പിന്നെ നവനിധികളുണ്ട്, എന്നുവെച്ചാൽ 9 നിധികൾ. അതിൽ ഒന്ന് പത്മനിധി. പത്മം എന്ന് പറഞ്ഞാൽ താമര, ഒരു താമരപ്പൂവിൻ്റെ ആകൃതിയിലിരിക്കുന്ന നിധിയാണ്. ഇതൊരു വ്യക്തി പുനർജനിക്കുന്ന സമയത്ത് ആ വ്യക്തിയോടൊപ്പം കിട്ടുന്നതാണ് ആരെന്ന് പറയുന്നത് ഈ നിധി. അത് ഉപയോഗിച്ച് അവർ കാരുണ്യ പ്രവർത്തനങ്ങളെ വളർന്ന് നല്ല പക്വതയൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ പൈസ അവർ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. 2 മഹാപത്മനിധി. മഹാ എന്ന് പറഞ്ഞാൽ വലിയ താമര. ഇവരും നന്നായിട്ട് സമ്പാദിക്കും. ഈ പത്മനിധി പോലത്തെ ഒന്ന് തന്നെയാണ്. അടുത്ത 7 തലമുറകൾ വരെ അതിൻ്റെ ഈ നിധി അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ 3 നിളനിധിയാണ്. ഈ നിധിയിൽ നീലക്കല്ല്, രത്നക്കല്ല് എന്നിവ അടങ്ങിയിരിക്കുന്നു. അത് ബിസിനസ് വഴി ഇവർ നല്ല ബിസിനസ്സൊക്കെ നടത്തി, വ്യാപാരങ്ങൾ നടത്തി നേടിയെടുക്കുന്നതാണ്. ഒരു 3 തലമുറ വരെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. 4 ശംഖനിധിയാണ്. ഇതൊരു ശംഖിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവർ ഇഷ്ടം പോലെ സ്വത്ത് സമ്പാദിക്കും. പക്ഷേ സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കൂ, മറ്റുള്ളവർക്ക് വേണ്ടി അത് വിനിയോഗിക്കില്ല. അല്പം സ്വാർത്ഥരാണ്. 5 മകരനിധി. ഇതിൻ്റെ അടയാളം മുതലയാണ്. ഇവര് അല്പം തമോ ഗുണമുള്ളവരാണ്. ഇവരാണ് ഈ ആയുധങ്ങളും വെടിക്കോപ്പുകളുമൊക്കെ ശേഖരിക്കുന്നതിൽ വളരെ പ്രശസ്തരാണ്. ഇവരുടെ മരണം ആയുധം കൊണ്ട് തന്നെ സംഭവിക്കുന്നതുമാണ്. 6 കച്ചവനിധി. കച്ചവം ആമ. ഇത് ഭയങ്കര സമ്പത്ത് നേടും, പക്ഷെ ചെലവാക്കത്തില്ല, മഹാപിശുക്കന്മാർ. 7 മുകുന്ദനിധി. ഈ നിധി ഒരാളുടെ കൂടെ ഒരു തലമുറ മാത്രമേ കാണത്തുള്ളൂ. കാരണം അവരുടെ സ്വാത്വിക ഗുണം വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ വേഗം ആ നിധി കുറഞ്ഞു വരും. നന്ദനിധി കൈവശമുള്ളവർക്ക് എപ്പോഴും ദീർഘായുസ് കിട്ടും. ഇവർ അതിയായ മോഹമുള്ളവരാണ്, സ്വയം പ്രശംസിച്ച് നടക്കുന്നവരാണ്. പിന്നെ കർവനിധി. ഇവർ ഭയങ്കര കൗശലക്കാരാണ്, മറ്റുള്ളവരിൽ നിന്ന് സ്വത്ത് നേടുന്നവരാണ്. അങ്ങനെ സ്വത്ത് നേടി സ്വന്തമായി സൂക്ഷിക്കും, എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കും. അവരുടെ ആവശ്യത്തിന് പോലും അവരത് എടുക്കാറേ ഇല്ല. അത്രയ്ക്ക് പിശുക്ക് ഒക്കെ സ്വാർത്ഥതയും ഒക്കെ ഉള്ളവരാണ്. അപ്പം ഈ അഷ്ടസിദ്ധികളും നവനിധികളും ഹനുമാൻ സ്വാമി തൻ്റെ ഭക്തർക്ക് ആവശ്യാനുസരണം കൊടുക്കാറുണ്ടെന്നുള്ളതാണ് ഒരു സത്യം. ഇത് ഹനുമാൻ സ്വാമിക്ക് എവിടുന്ന് കിട്ടി? സീതാദേവിയിൽ നിന്ന് കിട്ടി. അങ്ങനെ ആർക്കാണോ തൻ്റെ ഭക്തർക്ക് അഷ്ടസിദ്ധികളും നവനിധികളും നൽകി അനുഗ്രഹിക്കാനുള്ള കഴിവുള്ളത്, ആർക്കാണോ ഇത് നൽകി സീതാദേവി അനുഗ്രഹിച്ചത്, ആ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. राम रसायन तुम्हारे पासा सदा रहो रघुपति के दासा. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. രാമരസായന തും ഹരേ പാസ സദാ രഘോ രഘുപതി കേ ദാസ. അർത്ഥം എഴുതിക്കോ. രാമരസായനം, രാമൻ എന്ന ഔഷധം, സിദ്ധൌഷധം. തും ഹരേ പാസ, അർത്ഥം നിങ്ങളുടെ അടുത്ത്. സദാ രഘൗ, അർത്ഥം എപ്പോഴും നിലനിൽക്കുന്നു. രഘുപതി, ശ്രീരാമ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലയോ ഹനുമാൻ സ്വാമി, സാക്ഷാൽ ശ്രീരാമൻ്റെ ദാസനാണ് അങ്ങ്. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് വാർദ്ധക്യത്തെ തടയാനും രോഗത്തെ നശിപ്പിക്കുന്നതിനും ഉതകുന്ന രാമനാമം എന്ന ദിവ്യമായ ഔഷധം അത് അങ്ങേക്ക് എപ്പോഴും വശമാണ്. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ.
വാർദ്ധക്യത്തെ തടയുന്നതിന്, ജരാനരകൾ ഇല്ലാതാക്കുന്നതിന്, രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഇതിനെല്ലാം ഒരു ഒറ്റമൂലിയുണ്ട്. അത് രാമനാമമാണ്. രാമ 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 എന്ന ജപം നിങ്ങളെ എന്നും യൗവനയുക്തനാക്കും. അതോടൊപ്പം തന്നെ രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ ആ രാമനാമം ഏറ്റവും കൂടുതൽ വശം സാക്ഷാൽ ഹനുമാൻ സ്വാമിക്കാണ്. അങ്ങനെ വാർദ്ധക്യത്തെ തടയുന്ന, രോഗത്തെ തടയുന്ന രാമനാമം വശമുള്ള ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. തുമരേ ഭജന രാമ കോ പാവേ, ജനമ ജനമ കേ ദുഃഖ ബിസരാവേ. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? തും ഹരേ, കണ്ടോ? തും ഹരേ ഭജന രാം കോ പാപ ജന്മ ജന്മ പാവൈ ജന്മ ജന്മക്കെ ദുഃഖ ബിസ്രാവൈ. അർത്ഥം എഴുതിക്കോ. രാം കോ പാവൈ. രാം കോ പാവൈ എന്ന് പറഞ്ഞാൽ രാമന് ലഭിക്കുന്നു. ജന്മ ജന്മ അർത്ഥം ജന്മ ജന്മാന്തര. ദുഃഖ ബിസ്രാവൈ അർത്ഥം ദുഃഖം നശിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ആരാണോ ശ്രീരാമനെ ഭജിക്കുന്നത്, ആരാണോ ആ ശ്രീരാമന്റെ ദാസനായ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത്, അവനിൽ അപ്പോഴുതന്നെ ശ്രീരാമൻ സംപ്രീതനായിത്തീരും. അപ്പൊ ആര് ഹനുമാനെ ഭജിച്ചാലും ഉടൻ ശ്രീരാമന്റെ അനുഗ്രഹവും പ്രീതിയും കരുണയും ഹനുമാനെ ഭജിക്കുന്ന ഭക്തന് ഉടനെ ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്ന ആ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മാന്തരങ്ങളിലെ പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും. അതായത് സാക്ഷാൽ ഹനുമാനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ശ്രീരാമനെ ഭജിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഹനുമാനെ ഭജിച്ചാൽ ഉടൻ ശ്രീരാമൻ തൃപ്തനാകും. അതുപോലെ തിരിച്ചും ഒരാൾ ശ്രീരാമനെ ഭജിച്ചാൽ ഉടനെ ഹനുമാനും എന്ത് ചെയ്യും? തൃപ്തനാകും. അപ്പൊ ഹനുമാനെ ഭജിച്ചാൽ ഏറ്റവും വലിയ ഗുണം ജന്മാന്തര പാപങ്ങളിൽ നിന്ന് ഉടനടി മുക്തി ലഭിക്കും. അങ്ങനെ ആരെ ഭജിച്ചാലാണോ ശ്രീരാമന്റെ കൃപാകടാക്ഷം ലഭിക്കുന്നത്, ആരെ ഭജിച്ചാലാണോ ജന്മാന്തര പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നത്, ആരെ ഭജിച്ചാലാണോ അത് ശ്രീരാമനെ ഭജിക്കുന്നതിന് തുല്യമാകുന്നത്, അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ ഞാനും രാധേ രാധേ ചാനലിലും വണങ്ങുന്നു. അന്ധകാല രഘുവരപുര ജായി, ജഹാം ജന്മ ഹരിഭക്ത കഹായി. ഇനി അടുത്ത നോക്കാം. അന്ധകാല രഘുവരപുര ജായി, ജഹാം ജന്മ ഹരിഭക്ത കഹായി. അർത്ഥം എഴുതിക്കോ. അന്ധകാല അർത്ഥം അവസാന കാലം. രഘുബരപുര അർത്ഥം വൈകുണ്ഠം. രഘുബരപുര അർത്ഥം വൈകുണ്ഠം. ഹരിഭക്ത അർത്ഥം വിഷ്ണു ഭക്തൻ. ജഹാം ജന്മ അർത്ഥം പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ പോലും. പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ പോലും. അതായത് ആരാണോ സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത്, അതായത് ഹനുമാൻ സ്വാമിയുടെ ഭക്തൻ ഏതൊരുവനാണോ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് അവൻ ശ്രീരാമന്റെ ഭക്തനുമാണ്. ആരാണോ ശ്രീരാമനെ ഭജിക്കുന്നത് അവൻ ഹനുമാന്റെ ഭക്തനുമാണ്. അതായത് ആരാണോ രാധയെ ഭജിക്കുന്നത് അവർ കൃഷ്ണന്റെ ഭക്തനാണ്. പക്ഷെ കൃഷ്ണനെ മാത്രം ഭജിച്ചാൽ തിരിച്ച് രാധയുടെ ഭക്തനാകത്തില്ല. ഇവിടെ അങ്ങനല്ല. ഇവിടെ രാമനെ ഭജിക്കുന്നവൻ ഹനുമാന്റെ ഭക്തനാണ്, ഹനുമാനെ ഭജിക്കുന്നവൻ രാമന്റെ ഭക്തനുമാണ്. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഭക്തൻ ഈ ഭൂമിയിലെ ജീവിതം വെടിയുമ്പോൾ അവൻ നിശ്ചയമായും വൈകുണ്ഠം പ്രാപിച്ചിരിക്കും. അവന് കഴിയുന്നത്ര പുനർജന്മം ഉണ്ടാവുകയില്ല. അതല്ല, ഇനി ഒരു പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ പോലും അവൻ അതികഠിനമായ വിഷ്ണു ഭക്തനായി അറിയപ്പെടുകയും തൊട്ടടുത്ത ജന്മം അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നതാണ്.
അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആരാണോ ശ്രീരാമന്റെ ആരെ ഭജിച്ചാലാണോ ശ്രീരാമൻ അംഗീകരിക്കുന്നത്, ആരുടെ ഭക്തനാണോ ഒടുവിൽ വൈകുണ്ഠം പ്രാപിച്ച് അഥവാ പുനർജന്മം ഉണ്ടെങ്കിൽ പോലും വിഷ്ണു ഭക്തനായി ജനിക്കുന്നത്, ആ ഹനുമാൻ സ്വാമിയെ ഞങ്ങൾ വണങ്ങുന്നു. और देवता चित्तन धरई हनुमत सेई सर्व सुख करई. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. ഔർ ദേവതാ ചിത്ത നധരൈ ഹനുമത സേയി സർവ സുഖകരയി. അർത്ഥം എഴുതിക്കോ. ഔർ ദേവത അർത്ഥം മറ്റു ദേവന്മാര്, ചിത്ത നധരൈ അർത്ഥം ആരാധിക്കേണ്ടതില്ല, സേയി അർത്ഥം സ്വാമി, സർവസുഖ അർത്ഥം സർവസുഖങ്ങളും, കര ഈ അർത്ഥം നൽകുന്നു. അതായത് അല്ലയോ ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സുഖങ്ങളുണ്ടോ അത് മുഴുവനും കൈവരും. ഇപ്പം നമ്മൾ ഓരോ ദേവതകളെ ആരാധിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഓരോരോ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ്, ഇല്ലേ? നമുക്കിപ്പോൾ വിഘ്നങ്ങൾ അകറ്റുന്നതിന് മഹാഗണപതിയെ ധ്യാനിക്കും നമ്മൾ. അതേ കണക്ക് തന്നെ വിദ്യയ്ക്ക് വേണ്ടി നമ്മൾ സരസ്വതിയെ ധ്യാനിക്കും. അതേ കണക്ക് പണ്ട് യുദ്ധത്തിനൊക്കെ പോകുന്നവരാണെങ്കിൽ അവരുടെ സേനാനായകനായിട്ടുള്ള ആരെയാണ്? മുരുകനെ ധ്യാനിക്കും. അങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി ഓരോ ദേവതയെ നമ്മൾ ധ്യാനിക്കും. പക്ഷേ ഹനുമാനെ അങ്ങോട്ട് ധ്യാനിച്ചാൽ ഈ എല്ലാ ദേവതകളെയും ഭജിക്കുന്ന ഫലം കിട്ടും. അതുകൊണ്ട് ഹനുമാന്റെ ഭക്തൻ വേറെ യാതൊരു ദേവതകളെയും ആരാധിക്കേണ്ട കാര്യമില്ല എന്ന് തുളസീദാസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹനുമത് ഭക്തന് വേറെ ആരെയും ഭജിക്കേണ്ട, കാരണം മറ്റു ദേവതകൾ തരുന്ന സകല സുഖങ്ങളും ഹനുമാൻ സ്വാമി തരും. അങ്ങനെ ആരെ ഭജിച്ചാലാണോ മറ്റ് യാതൊരു ദേവതകളെയും ഭജിക്കേണ്ട ആവശ്യമില്ലാത്തത്, ആ ദേവനായ ഹനുമാൻ സ്വാമിയെ ഞങ്ങൾ വണങ്ങുന്നു. संकट कड़े मिडे सब पीरा जो सुमिरे हनुमत बलवीरा. അടുത്തത് നമുക്ക് നോക്കാം. സങ്കട കട മിടൈ സബ പീര ജോ സുമിരേ ഹനുമത ബലബീര. അർത്ഥം എഴുതിക്കോ. സങ്കട കടേ അർത്ഥം ദുഃഖം നശിപ്പിക്കുന്നു. സങ്കട കടേ അർത്ഥം ദുഃഖം നശിപ്പിക്കുന്നു. മിടൈ സബ പീര അർത്ഥം എല്ലാ വേദനകളും നശിപ്പിക്കുന്നു, എല്ലാ വേദനകളും നശിപ്പിക്കുന്നു. ജോ സുമിരേ അർത്ഥം ആരാണോ ഓർക്കുന്നത്, ആരാണോ ഓർക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ഹനുമാൻ സ്വാമി, ആരാണോ അങ്ങയുടെ നാമം എപ്പോഴും ജപിക്കുന്നത്, ആരാണോ എപ്പോഴും ഹനുമാൻ സ്വാമിയെ ഓർക്കുന്നത്, അവന് പിന്നെ ദുഃഖങ്ങൾ ബാധിക്കില്ല, അവന് വേദനകൾ ബാധിക്കില്ല. സർവവേദനകളിൽ നിന്നും സർവ ദുഃഖങ്ങളിൽ നിന്നും സർവ സങ്കടങ്ങളിൽ നിന്നും മോചിതനാകും. അങ്ങനെ സങ്കടഹരണനാണ് ഹനുമാൻ സ്വാമി. അപ്പൊ ഏത് സ്വാമിയെ ഭജിച്ചാലാണോ മനുഷ്യന്റെ സർവവേദനകളും അവസാനിക്കുന്നത്, ആരെ ഭജിച്ചാലാണോ ഒരുവൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുന്നത്, ആരെ ഭജിച്ചാലാണോ സർവത്ര സുഖങ്ങളും ഐശ്വര്യവും ഉണ്ടാകുന്നത്, ആ ഹനുമാൻ സ്വാമിയെ ഞാനും രാധേ രാധേ ചാനലിലെ പ്രേക്ഷകരും വണങ്ങുന്നു. जय 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 हनुमान गोसाई कृपा करो गुरुदेव की नाई. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ജയ 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 ഹനുമാന ഗോസായിം കൃപാ കരഹു ഗുരുദേവ കി നായി. ഗോസായി അത് ഗോസ്വാമി സന്യാസി, ഗോസ്വാമി സന്യാസി. കൃപാ കരഹു അർത്ഥം കൃപ കാണിച്ചാലും, കൃപ കാണിച്ചാലും. ഗുരുദേവ് കി നായി അർത്ഥം ഗുരുദേവനെ പോലെ, ഗുരുദേവനെ പോലെ.
അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഋഷി തുല്യനാണ് ഹനുമാൻ സ്വാമി. അങ്ങനെ ഋഷി തുല്യനായ ഹനുമാൻ സ്വാമി എന്നും ജയിക്കട്ടെ. ഹനുമാൻ സ്വാമി എന്നിൽ എപ്പോഴും കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഹനുമാൻ സ്വാമി എനിക്ക് ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് അറിവുകൾ പകർന്നു തന്നാലും എന്നിൽ കരുണ ചൊരിഞ്ഞാലും എന്ന് സൂർദാസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരു ഋഷിക്ക്, ഒരു വലിയ മുനിക്ക് തുല്യനാണ് ആരെന്ന് പറയുന്നത്? ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി ജയിക്കട്ടെ. അല്ലയോ ഹനുമാൻ സ്വാമി, എനിക്ക് ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ഹനുമാൻ. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ അവർക്ക് നല്ല ഉന്നത വിജയങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ആരാണോ ഋഷി തുല്യനായ ശ്രീരാമ ഭക്തൻ, ആരാണോ ഗുരുവായി നിന്ന് നമുക്ക് അറിവുകൾ പകർന്നു തരുന്നത്, ആരാണോ ഭക്തരിൽ കരുണ ചൊരിയുന്നത്, ആ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ. जो शतवार पाठ कर कोई चूड़हि बंदी महाസുഖ ഖോയി. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ജോ ശതബാർ പാട്ട് കര കോയി ചുടഹിം ബന്ദി മഹാസുഖ ഹോയി. അർത്ഥം, ജോ ആരാണോ, ശതബാർ 100 തവണ, പാട്ട് കര കോയി ആരാണോ വായിക്കുന്നത്, ചുടഹീം ചുടഹീം മുക്തനാകുന്നു, ബന്ധി ബന്ധനങ്ങളിൽ നിന്നും, മഹാസുഖ് പരമാനന്ദം. അപ്പോൾ ഇവിടെ സൂർദാസ് പറയുകയാണ്, ആരാണോ താൻ എഴുതിയിരിക്കുന്ന ഈ ഹനുമാൻ ചാലിസ 100 തവണ മനസ്സിൽ തട്ടി ആ ഹനുമാൻ സ്വാമിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അർച്ചനാഭാവത്തിൽ വായിക്കുന്നത്, ആ ഭക്തൻ എല്ലാ സംസാര ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി ഒടുവിൽ പരമാനന്ദം പൂണ്ട് വിഷ്ണുലോകം പ്രാപിച്ചിരിക്കും. അപ്പൊ ഏതൊരു ഭക്തനാണോ ഹനുമാൻ ചാലിസ മനസ്സിരുത്തി ഹനുമാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ഹനുമാൻ ചാലിസ 100 തവണ ആരാണോ ജപിക്കുന്നത്, പിന്നെ അവൻ തിരിഞ്ഞു നോക്കണ്ട, അവൻ സകല സംസാര ബന്ധനങ്ങളിൽ നിന്നും ഉടനടി മുക്തനാകും. അവന് ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം പരമാനന്ദമാണ്. മരിച്ചു കഴിഞ്ഞാൽ അവൻ നേരെ എങ്ങോട്ടേക്ക് പോകും? വൈകുണ്ഠ ലോകത്തേക്ക് പോകും. जो यह पढ़े हनुमान चालीसा होय सिद्धि साखी गौरीशा. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ജോ യഹ് പഠയും ഹനുമാൻ ചാലിസ ഹോയ സിദ്ധി സാഖി ഗൗരീസ. അർത്ഥം നോക്കെ, ജോ യഹ് പഠയും ആരാണോ ഇത് മനസ്സിരുത്തി വായിക്കുന്നത്, ഹോയ സിദ്ധി സിദ്ധി ലഭിക്കുന്നു, സാഖി അർത്ഥം സാക്ഷി, ഗൗരീസ പരമശിവൻ. അപ്പോൾ ഇവിടെ പറയുന്നു, സൂർദാസ് പറയുന്നു, ആരാണോ ഇത് മനസ്സറിഞ്ഞ് ചൊല്ലുന്നത്, ഹനുമാൻ ചാലീസ ഹൃദയത്തിൽ തട്ടി ഭക്തിപൂർവം ആരാണോ ചൊല്ലുന്നത്, അവർക്ക് സകല സിദ്ധികളും ലഭിക്കും. കാരണം താൻ ഹനുമാൻ ചാലിസ എഴുതിയത് ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. നമുക്കറിയാം, അക്ബർ ചക്രവർത്തി പിടിച്ച് അകത്തിട്ടതാണ് ആരെ? സൂർദാസിനെ. അവിടുന്ന് മോചനമാകാൻ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ശിവഭഗവാനെ ധ്യാനിക്കുകയും ശിവഭഗവാൻ പറഞ്ഞു, നീ ഹനുമാൻ ചാലിസ എഴുതാൻ. അങ്ങനെ ഹനുമാൻ ചാലിസ എഴുതുകയും അങ്ങനെയാണ് വാനരന്മാർ ഡൽഹി വളയുകയും ഒടുവിൽ സൂർദാസിനെ അക്ബർ ചക്രവർത്തി വിട്ടയക്കുകയും ചെയ്തത്. അപ്പോൾ സൂർദാസ് പറയുന്നു, ഞാനേ ശിവഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ഹനുമാൻ ചാലിസ എഴുതിയത്. അതുകൊണ്ട് ഇത് മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഉറപ്പായിട്ടും സിദ്ധി ലഭിക്കുമെന്ന് മാത്രവുമല്ല, ആരാണോ ഇത് ചൊല്ലുന്നത്
അവർക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്ന് സാക്ഷാൽ പരമശിവൻ എല്ലാ ഹനുമാന്റെ ഭക്തർക്കും ഉറപ്പ് നൽകുന്നു. ശരിക്കും നമ്മൾ പറയത്തില്ലേ ഞാൻ ഗ്യാരണ്ടി, അതുപോലെ ഇവിടെ പരമശിവൻ പറയുന്നു, ഹനുമാന്റെ ഭക്തരെ നിങ്ങൾ ഹനുമാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഹനുമാൻ ചാലിസ ചൊല്ലുകയും ചെയ്താൽ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ആരെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണോ, ആരെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഈ ചാലിസ ചൊല്ലുന്നുവോ അങ്ങനെ ചൊല്ലുന്നവർക്ക് സർവസിദ്ധിയും ഉണ്ടാകുമെന്ന് പരമശിവ ഭഗവാൻ സാക്ഷ്യം വഹിച്ച, സാക്ഷ്യം പറഞ്ഞ ആ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. രാധേ രാധേയുടെ പ്രേക്ഷകരും വണങ്ങുന്നു. തുളസീദാസ സദാ ഹരിചേര കീജേ നാഥ ഹൃദയ മഹഠേരാ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. എന്താ പറഞ്ഞ? തുളസീദാസ് സദാ ഹരിചേര കീജൈ നാഥ ഹൃദയമഹം ഡേര. അർത്ഥം എഴുതിക്കോ. സദാ ഹരി ചേര, സദാ ഹരി ചേര, എപ്പോഴും ഹരിയുടെ ദാസനാണ്. ഹരി ആരാ? ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു, ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. എപ്പോഴും ശ്രീകൃഷ്ണന്റെ ദാസനാണ്. ഹൃദയമഹം കണ്ടില്ലേ? ഡേര അർത്ഥം എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും, എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും. അപ്പൊ പറയുകയാണ്, എന്താ പറയുന്നത്? അല്ലയോ ഹനുമാൻ സ്വാമി, തുളസീദാസ് എന്ന ഈ ഞാൻ സാക്ഷാൽ ഹരിയുടെ ദാസനാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ ദാസനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ശ്രീരാമന്റെയും ദാസനാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. തുളസീദാസ് പറയുകയാണ്, അല്ലയോ ഹനുമാൻ സ്വാമി, തുളസീദാസ് എന്ന ഈ ഞാൻ ഹരിയുടെ ദാസനാണ്, ശ്രീകൃഷ്ണന്റെ ദാസനാണ്. അതുകൊണ്ട് ഞാൻ ശ്രീരാമന്റെയും ദാസനാണ്. കാരണം ഹരിയും രാമനും ഒന്ന് തന്നെ. അതുകൊണ്ട് ഹനുമാൻ സ്വാമി എൻ്റെ ഹൃദയത്തിൽ വസിക്കണം. കാരണം രാമമന്ത്രം ഉരുവിടുന്നവരുടെ മനസ്സിൽ മാത്രമാണ് ഹനുമാൻ സ്വാമി വസിക്കുന്നത്. ഹരിയുടെ മന്ത്രം ഉരുവിടുന്നവരുടെ മനസ്സിലേക്ക് ഹനുമാൻ സ്വാമി വരില്ല. കാരണം ഹനുമാൻ സ്വാമിക്ക് രാമൻ മാത്രമേ ഉള്ളൂ, രാമ എന്ന നാമത്തിനപ്പുറം ഇല്ല. അത് അറിഞ്ഞുകൊണ്ട് തുളസീദാസ് പറയുകയാണ്, അങ്ങനെ കരുതരുതേ. ഈ രാമനാമത്തിന് പകരം ഞാൻ ഹരിനാമം ജപിക്കുന്നത് കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഹനുമാൻ സ്വാമി വരാതിരിക്കരുതേ. കാരണം ഞാൻ ഹരിയുടെ ഭക്തനെന്ന് പറഞ്ഞാൽ ഹരിയും രാമനും ഒന്ന് തന്നെയാണ്, ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ഹരിയെ വിളിച്ചാൽ രാമൻ സന്തോഷിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഹനുമാൻ സ്വാമി, ഞാൻ ഹരിയുടെ ഭക്തനാണ്, കൃഷ്ണന്റെ ഭക്തനായതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാതെ ഇരിക്കരുതേ. അപ്പം ഹരിയുടെ ദാസനാണെങ്കിൽ അത് രാമന്റെയും ദാസനാണ്. രാമന്റെ ദാസനാണെന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ ഹനുമാന് പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഹരിയുടെയും രാമന്റെയും ഭക്തന്മാരെ സ്വന്തം ഭക്തന്മാരാക്കി മാറ്റി അവരുടെ ഹൃദയത്തിൽ വസിക്കണേ ഹനുമാൻ സ്വാമി. നമ്മുടെ എല്ലാം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഹനുമാൻ സ്വാമി വസിക്കണേ. പവന തനയ സങ്കടഹരണ മംഗൾമൂർത്തി രൂപ രാമലേഖന സീതാ സഹിത ഹൃദയ ബസഹസുര ഭൂഭ സിയാവര രാമചന്ദ്ര കീ ജയ്. പവനസുത ഹനുമാന കീ ജയ്. ഉമാപതി മഹാദേവാ കീ ജയ്. बोलो रे भाई सब संदन की ജയ്. ഇനി നമുക്ക് ഒടുവിലത്തെ ശ്ലോകത്തിലേക്ക് വരാം. പവന തനയ സങ്കടഹരണ് മംഗൾ മൂർത്തി രൂപ് രാമലഖന സീതാ സഹിത ഹൃദയ ബസഹ സുരഭൂഭ സിയാവര രാമചന്ദ്ര കീ ജയ്. പവനസുത ഹനുമാന കീ ജയ്.
ഉമാപതി മഹാദേവാ കീ ജയ്, ബോലോ രേഫ ഈ സബസന്ധന കീ ജയ്. അർത്ഥം പവന തനയ, പവന തനയ, പവനൻ കാറ്റ്, തനയൻ പുത്രൻ, കാറ്റിൻ്റെ പുത്രൻ, വായുവിൻ്റെ പുത്രൻ ഹനുമാൻ, പവന തനയൻ ഹനുമാൻ. സങ്കടഹരണ്, സങ്കടങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന. മംഗൾ മൂർത്തി, മംഗളം നൽകുന്നവൻ. ഹൃദയബന്ധക, ഹൃദയത്തിൽ. സുരഭൂപ, അധിപൻ. സിയാവര, സീതയോടൊപ്പമുള്ള. ഉമാപതി മഹാദേവ, ഉമ, ഉമ പാർവതി, പതി ഭർത്താവ്, പാർവതിയുടെ ഭർത്താവായ പരമശിവൻ. ലാസ്റ്റത്തെ വരി മുഴുവനും ബോലോ രേഫ ഈ സവ സന്തന കീ ജയ്. അർത്ഥം സഹോദരങ്ങളെ പറയൂ, എല്ലാ സന്യാസിമാരും വിജയിക്കട്ടെ. സഹോദരങ്ങളെ പറയൂ, എല്ലാ സന്യാസിമാരും വിജയിക്കട്ടെ. അപ്പോൾ പറയുകയാണ് ഹനുമാൻ സ്വാമി നമുക്കെല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചനം ചെയ്യുന്നു. അതായത് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ നമുക്കൊരിക്കലും ദുഃഖങ്ങൾ ഉണ്ടാകുന്നില്ല. ആ ഹനുമാൻ സ്വാമി മംഗള സ്വരൂപനാണ്, സകലർക്കും മംഗളം നൽകുന്നവനാണ്. അങ്ങനെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന മംഗള സ്വരൂപനായ മംഗള സ്വരൂപനായ അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് സാക്ഷാൽ ശ്രീരാമചന്ദ്രനും സാക്ഷാൽ ലക്ഷ്മണനും സാക്ഷാൽ സീതാദേവിയോടുമൊപ്പം എൻ്റെ ഹൃദയത്തിൽ കുടിയിരിക്കണേ, എന്നിട്ടെന്നെ അനുഗ്രഹിക്കണേ. സീതയുടെ പതിയായ ശ്രീരാമൻ വിജയിക്കട്ടെ. അപ്പൊ കവി പറയുന്നത് എന്താന്ന് മനസ്സിലായല്ലോ? സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന മംഗള സ്വരൂപനായ അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ ആരുടെയൊക്കെ കൂടെ വേണം? എൻ്റെ ഹൃദയത്തിൽ ഹനുമാൻ സ്വാമി മാത്രമായിട്ടല്ല, എൻ്റെ ഹൃദയത്തിൽ ഹനുമാൻ സ്വാമി സാക്ഷാൽ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ 4 പേര് വരണം. അതായത് ശ്രീരാമൻ വരണം, ലക്ഷ്മണൻ വരണം, സീതാദേവി വരണം, ഹനുമാൻ വരണം. അങ്ങനെ രാമലക്ഷ്മണന്മാരും സീതാദേവിയോടും ഒപ്പം എൻ്റെ ഹൃദയത്തിൽ വസിച്ച് എന്നെ അനുഗ്രഹിക്കണേ. സീതയുടെ പതിയായ ഭർത്താവായ സാക്ഷാൽ ശ്രീരാമൻ വിജയിക്കട്ടെ. അതായത് നമ്മുടെ ഹനുമാന്റെ ഹൃദയത്തിൽ എപ്പോഴും ആരുണ്ട്? സീതയും രാമനും ലക്ഷ്മണനുമുണ്ട്. അതുപോലെ ഹനുമാൻ സ്വാമി അങ്ങയുടെ ഭക്തന്റെ ഹൃദയത്തിലും വസിക്കണമെന്നാണ് പറയുന്നത്. അതായത് രാമന്റെ ഭക്തനാണ് ഹനുമാൻ. ആ രാമന്റെ ഭക്തനായ ഹനുമാന്റെ ഹൃദയത്തിൽ ആ രാമനും ലക്ഷ്മണനും സീതയുമുണ്ട്. അപ്പൊ ഹനുമാന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ അങ്ങ് രാമനും സീതയും ലക്ഷ്മണനും ഒപ്പം വന്ന് വസിക്കണം. ഹനുമാൻ സ്വാമി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് കവി പറയുന്നു, ഏറ്റവും ഒടുവിലായിട്ട് കവി എന്ത് ചെയ്യുന്നു? സാക്ഷാൽ ശ്രീരാമചന്ദ്രനെയും ഹനുമാനെയും ശിവനെയും എല്ലാം സ്തുതിക്കുന്നു. സാക്ഷാൽ കവി പറയുകയാണ്, സീതയുടെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ, സാക്ഷാൽ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ, വായുപുത്രനായ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ, ഉമയുടെ പതിയായ പാർവതി ദേവിയുടെ ഭർത്താവായ അർദ്ധനാരീശ്വരനായ ശിവഭഗവാൻ വിജയിക്കട്ടെ. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നിട്ട് പറയുകയാണ്, സഹോദരങ്ങളെ, നമുക്കെല്ലാം ഒത്തൊരുമിച്ച് സന്യാസിമാരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഹനുമാൻ ചാലിസ സൂർദാസ് കൊണ്ട് എന്ന് അവസാനിപ്പിക്കുകയാണ്. ആ അവസാനത്തതിൽ അദ്ദേഹം പറയുന്നു, ഹനുമാൻ സ്വാമി അങ്ങയുടെ ഭക്തന്റെ ഉള്ളിൽ അങ്ങും വേണം, രാമനും വേണം,
ലക്ഷ്മണനും വേണം, സീതയും വേണം. ഇത്രയും പേരുമൊത്ത് ഹനുമാൻ സ്വാമി ഭക്തന്റെ ഹൃദയത്തിൽ വസിക്കണം. ഹനുമാന്റെ ഭക്തർക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ഹനുമാന്റെ ഭക്തന്റെ ഹൃദയത്തിൽ രാമനും ലക്ഷ്മണനും പിന്നെ സീതയും പിന്നെ ആരുമുണ്ട്? സാക്ഷാൽ ഹനുമാനുമുണ്ട്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഹനുമാൻ ചാലിസ അവസാനിക്കുന്നു. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹാം.